ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എനിക്ക് വലിയൊരു അബദ്ധം പറ്റി, വലിയൊരു പൊട്ടത്തരം പറ്റി. ഞാൻ ഈ ദുബായിൽ ഇന്നേ വരെ ഈ കച്ച പാർക്കിങ്ങിൽ പാർക്ക് ചെയ്ത് ശീലം എനിക്കില്ല. ഞാൻ പാർക്ക് ചെയ്യുകയാണെങ്കിൽ RTNൻ്റെ പാർക്കിങ്, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് പാർക്കിങ്, അങ്ങനെയൊക്കെ പാർക്ക് ചെയ്തിട്ടാണ് ശീലം. ഇന്ന് എനിക്ക് പറ്റിയ തെറ്റെന്ന് വെച്ചാൽ ഈ കിടക്കുന്ന ബ്ലാക്ക് വണ്ടിയില്ലേ, ഇത് എൻ്റെ വണ്ടിയാണ്. ഞാൻ നേരത്തെ വന്ന സമയത്ത് ഇവിടെയൊക്കെ കാലിയായിരുന്നു, ഈ ഏരിയ മൊത്തം കാലിയായിരുന്നു, ഇവിടെ ഒന്നും വണ്ടികളില്ലായിരുന്നു. ഇപ്പോൾ ഞാനിവിടെ ഓഫീസിൽ പോയി, ഓഫീസ് തൊട്ടടുത്താണ്. ഓഫീസിൽ നിന്ന് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇതിന് ചുറ്റും ലോറികൾ പാർക്ക് ചെയ്ത്, ഇത് കണ്ടോ നിങ്ങൾ, ഇത് എന്താ പറയുക, കണ്ടെയ്നറുകൾ, ട്രക്ക് എല്ലാം ഇവിടെ വന്ന് പാർക്ക് ചെയ്ത്. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ നിൻ്റെ വണ്ടി എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ആരെ വിളിക്കുന്നുള്ളതായിപ്പോയി. ഞാൻ നേരത്തെ വന്ന സമയത്ത് എൻ്റെ വണ്ടി മാത്രം ഇവിടെ ഉണ്ടായിട്ടുള്ളായിരുന്നു. ഇതാണ് എൻ്റെ വണ്ടി. ഞാൻ നേരത്തെ വന്ന സമയത്ത് നേരത്തെ ഇവിടെ വന്നപ്പോൾ ഒരു വണ്ടികളും ഇല്ല, ഒന്നുമില്ല. ഞാനിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോയി. പക്ഷെ അത് എനിക്ക് പറ്റിയൊരു തെറ്റാണ്. ഞാനിവിടെ വണ്ടി ഇടരുതായിരുന്നു. ഞാനിടാന്നുണ്ടെങ്കിൽ ഒരുപാട് പാർക്കിംഗ് നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്ന് വെച്ചാൽ ഇവിടെ ഒഴിഞ്ഞ് കിടക്കുന്ന കണ്ടിട്ടാണ് ഞാൻ എൻ്റെ വണ്ടി എടുത്ത് ഇവിടെ ഇട്ടത്. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ വണ്ടി ഇവിടെ ഇതിൻ്റെ ബാക്കിൽ ഒരു നിസാൻ സണ്ണി വന്ന് പാർക്ക് ചെയ്തു. അതല്ലാതെ ഇവിടെ ഒരു കണ്ടെയ്നർ കണ്ടോ നിങ്ങൾ, ഒരു കണ്ടെയ്നർ ഇവിടെയും പാർക്ക് ചെയ്ത്, ഇവിടെയും പാർക്ക് ചെയ്തു. എങ്ങനെ പോകാനും എൻ്റെ വണ്ടി എടുക്കാൻ ഇതില്ല. ഞാൻ ആദ്യം വിളിച്ചതെന്ന് വെച്ചാൽ ഈ കണ്ടെയ്നറിൻ്റെ ആളെ വിളിച്ച്, ഇതിൽ കാണുന്ന നമ്പറിൽ ഈ കണ്ടെയ്നറിൻ്റെ ആളെ ഞാൻ വിളിച്ച്. ഇവനെ വിളിച്ചപ്പോൾ ഇവൻ പറയണത് എന്താ വെച്ചാൽ ഇവൻ ഇവിടെ ഇല്ല, ഇവൻ വരില്ല എന്നാണ് ഇവൻ പറയുന്നത്. അത് കഴിഞ്ഞ് ഞാൻ നേരെ വിളിച്ചത് ഈ കണ്ടെയ്നറിൻ്റെ ആളെയാണ്. ഈ കണ്ടെയ്നറിൻ്റെ ആളെ വിളിച്ചപ്പം ആദ്യം ഇവൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവൻ വരാമെന്നൊക്കെ പറഞ്ഞ് വേറൊരു ഡ്രൈവറെ വിടാമെന്ന് പറഞ്ഞ്, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. അതിനുശേഷം അവൻ വിളിച്ചപ്പോൾ പറഞ്ഞത് വരാൻ പറ്റില്ല എന്നാണ്. നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ ബാക്കിൽ കിടക്കുന്ന വണ്ടിയെ നമുക്ക് പോലീസ് ആപ്പ് വെച്ച് റിപ്പോർട്ട് അടിക്കാം, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഫൈന് കൊടുക്കാം, അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ എന്താ പറയുക, സാഹചര്യം വെച്ചാൽ ഒരു മനുഷ്യപ്പറ്റ നമ്മൾ കാണിക്കണമല്ലോ. ആ ഒരു ഇതിലാണ് ഞാനൊന്നും ചെയ്യാതെ വെച്ചിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇതിലൊരു നമ്പർ കാണുന്നുണ്ട്. ഇനി നമുക്ക് ആകെയുള്ളൊരു ഇതെന്ന് വെച്ചാൽ ഇതിലൊരു നമ്പർ കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും ഈ നമ്പറിലൊന്നും ഓനെ വിളിച്ചു നോക്കാം. അപ്പം ആ നിസാൻ സണ്ണിയുടെ ആളെ വിളിക്കുകയാണ്. हेलो जी, आप कब तक आएगा इधर? मैं बस जबलपुर से अभी निकला है जान। निकला? हाँ, जबलपुर से गाड़ी खाली किया है, निकला है मैं अभी। ओके, फिर कितना टाइम पे इधर पहुंचेगा? बड़ा गाड़ी ट्रक है, आपको पता ही है कितना टाइम लगेगा। ओके ठीक है, मैं इधर मेरा 40-45 मिनट लगेगा जी। हम लोग इधर ही वेट कर रहे हैं आपके लिए, ठीक है? मैं आ रहा हूँ, खाली करवाने। देखे गाड़ी तो आपका वार ब्लॉक नहीं हुआ है। ब्लॉक हुआ है? आपको व्हाट्सएप में फोटो चाहिए तो भेजेगा। नहीं, वो बात नहीं है। मैं गाड़ी जब खड़ा किया आपका गाड़ी आगे नहीं था। हम लोग का गाड़ी बिल्कुल सामने ही है यार। वो आपका गाड़ी पीछे ला के पार्क किया, वो बहुत तकलीफ दे रहा है ना। अभी काम भी नहीं किया। मेरी बात सुनो, क्या मैंने गाड़ी खड़ा किया आपका गाड़ी ചൊറാക്കാൻ നിൽക്കണ്ട. क्या? आपका गाड़ी आगे नहीं लगा हुआ था जब मैंने गाड़ी कार खड़ा किया? नहीं यार, फिर मेरा गाड़ी कैसा अंदर फंस गया था। आपका गाड़ी निसान सन्नी है ना? हाँ, निसान सन्नी है। हाँ, മുമ്പ് എത്ര മണിക്ക് വരും? उसके सामने वाला मेरा गाड़ी है ना उधर। फिर आपका मेरा गाड़ी फंसा नहीं है तो आपको क्यों कॉल करेगा मैं? മുമ്പ് എത്ര മണിക്ക് വരും? മുമ്പ് നേരെ വൈകിയ ചൊറയാവട്ടോ. നമ്മൾ മറ്റേ ആ ബാക്കിൽ കിടക്കുന്ന നിസാൻ സണ്ണിയുടെ ആളെ വിളിച്ചിട്ടുണ്ട്. ആളെ ഏകദേശം ഒരു 3 മണിയാകുമ്പോഴാണ് വരുന്നത്. ആൾ ഇവിടെ ഇല്ല, വണ്ടി ഇവിടെ ഇട്ടതിന് ശേഷം ജബലലിയിലേക്ക് പോയതാണ്. അപ്പം പുള്ളിക്കാരൻ വരുമ്പോൾ ഏകദേശം 3 മണിയാവും. നമുക്കിനി വേറെ ഒരു വഴിയില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ എങ്ങനെ പാർക്ക് ചെയ്യേണ്ട രീതി എനിക്കറിയില്ലായിരുന്നു. അത് എൻ്റെ തെറ്റാന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇങ്ങനത്തെ ഒരു പാർക്കിങ്ങിലൊക്കെ നമ്മളെ വണ്ടി ചെറിയ വണ്ടിയാണെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും ഈ ഫ്രണ്ടിലേക്കൊന്നും കയറ്റിയിടരുത്. ഒരു അകലം വെച്ച് ഏറ്റവും ബാക്കിലേക്ക്, കാരണം വെച്ചാൽ നമുക്ക് ഫസ്റ്റ് എടുത്ത് പോകാനുള്ള രീതിയിലായിരിക്കണം നമ്മൾ വെക്കേണ്ടത്. ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. അപ്പം ഈ വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങൾക്കെല്ലാം അറിയാൻ മതിയാവും. ചിലപ്പോൾ എനിക്കറിയായിട്ടായിരിക്കും ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഇനി നമുക്ക് 3 മണി വരെ ബാക്കിലെ വണ്ടിയുടെ ഉടമസ്ഥൻ വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ സമയം ഏകദേശം 2:45. നമ്മൾ അവനെ ഒന്നും കൂടി വിളിക്കാൻ പോവാണ്. ഓൻ വന്നിട്ട് വേണം നമുക്ക് പോകാൻ. നമ്മുടെ ഫുൾ പ്ലാന് പാളിപ്പോയി.
അപ്പോൾ ഒന്നും കൂടി അവനെ വിളിക്കട്ടെ. എൻ്റെ ഹിന്ദി എന്ന് പറയുമ്പോൾ ഗ്ലാമർ മിസ്റ്റേക്ക് കിട്ടും. അപ്പോൾ ഞാൻ സംസാരിച്ചാൽ റെഡി ആവില്ല. ശരിക്കും നമുക്ക് പോലീസ് ആപ്പിൽ റിപ്പോർട്ട് അടിക്കാം. അങ്ങനെ വെച്ചാൽ നമ്മുടെ ബാക്കിൽ കിടക്കുന്ന വണ്ടിക്ക് ഫൈൻ കിട്ടും. പക്ഷേ നമ്മളങ്ങനെ കൊടുക്കുമ്പോൾ പുള്ളിയുടെ നമ്മൾ ആരും ആയിക്കോട്ടെ, ഇനിയിപ്പോൾ കുറച്ച് നേരം നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് പോയിട്ട് പരിപാടിയില്ല, പിന്നെ നോമ്പാണ്, അതുകൊണ്ട് മാത്രം അതിനെക്കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അല്ലാത്ത പക്ഷം നമുക്ക് ഡയറക്റ്റ് പോലീസ് ആപ്പിൽ കയറിയിട്ട് നമുക്കൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ഒന്ന് റിപ്പോർട്ട് അടിച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ഫൈനാണ്. നമ്മുടെ ബാക്കിൽ കൊണ്ടുപോയി ഇട്ടിട്ട് ഒരു എന്താ പറയുക, ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ നമ്മുടെ ബാക്കിൽ കൊണ്ടുപോയിട്ട് പുള്ളി പോയി. ഇനിയിപ്പോൾ ഈ കച്ച പാർക്കിങ്ങിൻ്റെ രീതി ഇങ്ങനെ ആണോയെന്നും എനിക്കറിയില്ല കേട്ടോ. എന്തായാലും വരട്ടെ. പുള്ളി വരുന്നത്, പുള്ളി ട്രക്ക് ഓടിച്ചാണ് വരുന്നത്. അപ്പോൾ ഈ ട്രക്ക് ഡ്രൈവർമാരെന്ന് പറയുമ്പോൾ ഭയങ്കര കഷ്ടമുള്ള ആളുകളാണ്. കാരണം വെച്ചാൽ നമുക്ക് സാധാരണ ഡ്രൈവർമാരെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക, ഒന്ന് യൂറിൻ പാസ് ചെയ്യണമെന്ന് തോന്നി അല്ലെങ്കിൽ വാഷ്റൂമിൽ പോകണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പെട്രോൾ പമ്പിൽ സൈഡാക്കിയിട്ട് നമുക്ക് ഡയറക്റ്റ് അതിൻ്റെ അകത്ത് കയറാം, നമുക്ക് വാഷ്റൂം യൂസ് ചെയ്യാം. ഈ ഹെവി ട്രക്ക് അതുപോലെ തന്നെ ഈ കണ്ടെയ്നറൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഇങ്ങനത്തെ എന്താ പറയുക, വണ്ടിക്ക് പ്രോപ്പറായിട്ടുള്ള പാർക്കിംഗ് കിട്ടില്ല. ഈ കണ്ടെയ്നർ ഓടിക്കേണ്ട റൂട്ടുണ്ട്, അതിലൂടെ മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അപ്പോൾ എന്തായാലും നമുക്ക് പുള്ളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ കേസ് നമ്മളെ വണ്ടി എടുത്ത് ഭയങ്കര ടാസ്ക് ആയിരുന്നു. ഒരു പാവം മനുഷ്യൻ, പാവം എന്ന് വെച്ചാൽ പാവം മനുഷ്യൻ. പുള്ളി നമുക്ക് വേണ്ടിയിട്ട് പുള്ളി പോയി, വണ്ടി ഇട്ടിട്ട് പോയി. പുള്ളി വിചാരിച്ച് നമ്മുടെ വണ്ടിയുടെ കെട്ടുകണ്ടപ്പോളെ തിരിച്ച് നമ്മൾ വരൂല, അതായത് ഞാൻ വരൂല എന്ന് വിചാരിച്ചിട്ട് പുള്ളി അവിടെ വണ്ടി വെച്ച് പോയി. പിന്നെയാണ് പുള്ളിക്ക് മനസ്സിലായത് ഇത് ഞാൻ എപ്പോൾ തന്നെ എടുക്കുകയായിരുന്നു എന്ന്. ശരിക്കും അങ്ങനെ ഉള്ളോട്ട് കയറ്റിയിടുന്ന വണ്ടികളൊന്നും പെട്ടെന്ന് തിരിച്ചു പോകില്ല. ഭയങ്കര നല്ല മനുഷ്യന്. കാരണം നമ്മൾ വിളിച്ചപ്പോൾ പുള്ളി എവിടെ മറ്റേ ജബലലി പോയതായിരുന്നു. അവിടുന്ന് തിരിച്ച് ട്രക്ക് ആയിട്ട് പുള്ളി വന്ന് വണ്ടി മാറ്റി തന്ന്. ഓക്കെ, നമ്മളെ വണ്ടി എടുത്തു. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇനി ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ പച്ചയിലൊക്കെ വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചു പോകണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളോട്ടൊന്നും കയറ്റി വെക്കല്ലേ. ഇത് എനിക്ക് പറ്റിയ അബദ്ധമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. വീഡിയോ എന്തായാലും ഇവിടെ ലെഫ്റ്റ് അല്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. ഡിസ്ലൈക്ക് ചെയ്യാനുള്ള കാരണം കമൻറ്റ് രൂപത്തിലൊന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.